ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ട്രേയിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡാണ്. അത് നമുക്ക് ഇതേപോലെ അതിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്ന ബ്രെഡ് നമുക്ക് 2 കപ്പ് അളവിൽ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ പൊടികളെല്ലായിടത്തും ആവട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ പാല് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നെയ്യ് നമുക്ക് 1-2 ടേബിൾ സ്പൂണ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ട്രേയിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തത് ഇതേപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ആവി കയറ്റിയെടുക്കുന്നത്. ഒരു 30 മിനിറ്റ് തൊട്ട് ഒരു 45 മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നന്നായിട്ട് തന്നെ വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാത്രം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന കേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.